വേദാന്ത വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. വരാഹിയമ്മയുടെ എനർജി ഉപയോഗിച്ചെടുക്കുന്ന റീഡിംഗ് ആണ്. ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് കണ്ണുടച്ച് വരാഹിയമ്മയെ മനസ്സിൽ ധ്യാനിച്ച് നല്ലതുപോലെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു കൊള്ളുക. എന്നിട്ട് ഈ റീഡിംഗ് കേൾക്കുക. ഇതിനൊരു ടൈമില്ല. നിങ്ങൾ എന്നാണോ ഈ റീഡിംഗ് കേൾക്കുന്നത് ആ ഒരു ദിവസത്തേക്കായിരിക്കും ഈ റീഡിംഗ് വരുന്നത്. ഇന്ന് എടുത്ത കാർഡുകൾ എന്ന് പറയുന്നത് കിങ് ഓഫ് സോർഡ്സ്, 5 ഓഫ് കപ്സ്, ദ ഡെവിൾ, ഏസ് ഓഫ് കപ്സ്, ദ ലവേഴ്സ്. ഇത്രയും കാർഡുകളാണ് എടുത്തത്. ഇന്ന് നിങ്ങളുടെ ദിവസം എന്ന് പറയുന്നത് വളരെയധികം ആത്മീയവും മാനസികവുമായൊരു യാത്രയാണ് വ്യക്തമായി കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ ബലമാണ് കാണിക്കുന്നത് കിങ് ഓഫ് സോർഡ്. എന്നിരുന്നാൽ കൂടിയും നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു കഴിഞ്ഞ കാലത്തുണ്ടായ എന്തൊക്കെയോ നിരാശയോ നഷ്ടബോധമോ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്. ആ ഒരു നിരാശയിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ഭയവും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നുണ്ട്. അതൊരു ശീലമായിട്ട് തന്നെയാണ് നിങ്ങളെ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. നിങ്ങളൊരു വളരെയധികം ഒരു മാനസികപരമായി ടയേർഡായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ മനസ്സ് പുതിയ ഒരു ജീവിതത്തിലേക്ക് പോകുന്നതിന് ഒരുപാട് വെമ്പൽ കൊള്ളുന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്കുള്ളിലൊരു ഭയമുണ്ട്. പഴയ പരാജയങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കൊരു ഭയം ഉളവാക്കുന്നുണ്ട്. അവസാനത്തെ ലവേഴ്സ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട ബന്ധത്തിലേക്ക് ആ ഒരു ബന്ധം തിരിച്ചു വരികയോ അതല്ലെങ്കിൽ പുതിയ ഒരു സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുമായിരിക്കും. അതുകൊണ്ട് ഒരു രീതിയിലും സങ്കടപ്പെടാതെ ഇരിക്കുക. നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു കാര്യം തന്നെയാണ് വരുന്നത്. ഒന്നുകിൽ നഷ്ടപ്പെട്ടു പോയവർ തിരിച്ചു വരും, അതല്ലെങ്കിൽ അതിലും നല്ലൊരു ബന്ധമായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. കൂടെ ഒരു കാര്യം കൂടെ ചേർത്തോട്ടെ. ഈ ടാരോട്ട് റീഡിംഗ് എന്നൊക്കെ പറയുന്നത് ഒരുതരം എനർജി എക്സ്ചേഞ്ച് ആണ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു എനർജി നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ തിരിച്ചൊരു എനർജി നമ്മൾക്ക് തരണം. അതാണ് ഒരു എനർജി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നിങ്ങൾ എന്തിനാണ് ഒരു വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഗുരുദക്ഷിണ കൊടുക്കുന്നത്? കാരണം ആ ഗുരു പറഞ്ഞു തരുന്ന വിദ്യാഭ്യാസത്തിനായിട്ടാണ്. നിങ്ങൾ നന്ദി സൂചകമായിട്ട് കൊടുക്കുന്നതാണ് ദക്ഷിണ. ഞാനിവിടെ പൈസയുടെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസനേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് എഴുതുകയോ അതല്ലെങ്കിൽ നമ്മുടെ ഫോളോ ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുകയാണ് വേണ്ടുന്നത്.